ഹായ് ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണീൻ്റെ ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആയി. ഈ ആഴ്ചയിൽ ഞാൻ എന്തെല്ലാം കഴിച്ചെന്നു എനിക്ക് എന്തെല്ലാം മാറ്റം വന്നു എന്നുള്ളത് ഞാൻ പറയാം. അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ എന്നോട് കുറേ ആൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾ, നീ ഇതെല്ലാം തിന്നിട്ട് നീ തടി കുറയുന്നത് എങ്ങനെ, ഇതെല്ലാം തിന്നെങ്കിൽ തടി കുറയുമോ എന്നുള്ളത്. സത്യത്തിൽ ഞാൻ തടി കുറക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ഒഴിവാക്കിയിട്ട എനിക്കിഷ്ടമുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് തന്നെ ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ മറ്റുള്ളവരെ പോലെ 10 ദിവസത്തിൻ്റെ 10 കിലോ കുറക്കണം ആ ഒരു ഡയറ്റ് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നുണ്ടായിന്. അങ്ങനെ നോക്കിയിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും കഴിക്കുന്ന ഫുഡിന്ന് ഞാൻ പോർഷൻ കൺട്രോൾ ആക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ചിട്ട് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് പോർഷൻ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിട്ട്, ലഞ്ചാണെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിട്ട് എല്ലാം കഴിക്കുന്നത്. ലഞ്ചാണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 3 കഴിച്ചിട്ട് തന്നെ ഞാൻ ഈ തടി കുറക്കുന്നുള്ളത്. പിന്നെ ലഞ്ചിന് ഞാൻ ചോറ് കഴിച്ചിട്ടാണ് തടി കുറഞ്ഞത്. ഇപ്പോൾ ഈ 1 വീക്ക് ഫുള്ള് ഞാൻ ചെയ്തിട്ടുള്ളത് ലഞ്ച് ഫുള്ള് ചോറ് എടുത്തിട്ടാണ്. അത് കൺട്രോൾ ചെയ്തിട്ട് പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിന്. ഡിന്നറും അതുപോലെ തന്നെ ഞാൻ 7 മണിയാകുമ്പോഴത്തേക്ക് കഴിച്ച് തീർക്കാൻ നോക്കുന്നുണ്ടായിന്. ലൈറ്റ് ഫുഡായിട്ട് 7 മണിയാക്കുമ്പോൾ തന്നെ കഴിച്ച് തീർക്കും പോലെയാണ് ഞാൻ ഇത്ര നോക്കിയിട്ടുണ്ടായത്. ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ പോർഷൻ കൺട്രോൾ ചെയ്തിട്ടോ തടി കുറയാൻ ചാൻസ് കുറവ്. അതിൻ്റെ ഒന്നിച്ചിട്ടാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഞാൻ വർക്കൗട്ട് ആയിട്ട് ഈ ആഴ്ച ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് നടന്നതാണ് അരമണിക്കൂർ, മിനിമം അരമണിക്കൂർ നടക്കും, കഴിയുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ. വർക്കൗട്ട് ചെയ്യാൻ എപ്പോഴും എനിക്ക് ഒരേപോലെ കഴിയണമെന്നും ഉണ്ടായിട്ട. അപ്പോൾ ഞാൻ എന്താക്കൽ, ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് നടക്കാൻ കഴിഞ്ഞിട്ടാന്ന് വിചാരിക്കാം, എനിക്ക് നാളെ ഒന്നെങ്കിൽ 1 മണിക്കൂർ നടക്കും, അല്ലെങ്കിൽ അരമണിക്കൂർ തന്നെ നടക്കും. നടക്കാൻ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് ഇന്നലെ നടന്നിട്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന് നടക്കാണ്ട് ഞാൻ നിന്നിട്ടാ. ഇന്ന് ഞാൻ അതിനെ കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകുന്നുണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താൻ കഴിയില്ല. അതിൻ്റെ ഒന്നിച്ച് നമ്മൾ പിറ്റേ ദിവസം അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായത്. ഇപ്പം എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് ഡെയിലി എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ടായിട്ട, സമയം കിട്ടുന്നുണ്ടായിട്ട് ഓളെ എടുത്തിട്ടാണെങ്കിലും മറ്റു ചാനലാണെങ്കിലും. അപ്പോൾ ഞാൻ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഇത് കണ്ടിന്യൂല് പോയിക്കൊണ്ടുണ്ടായിന്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കെല്ലാം ചീറ്റ് മീൽ ചെയ്യാണ്ട് വന്നിട്ടുണ്ടായിന്. ഒരു ദിവസം ഞങ്ങൾക്ക് ചീറ്റ് മീൽ ചെയ്യാണ്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അത് അന്ന് ഞാൻ ഒരു ടൈമിൽ ചീറ്റ് മീൽ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത ടൈമിൽ ഞാൻ അതും കൺട്രോളിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ടായിന്. ഒരു സമയത്ത് ഒരു മീൽ ഞാൻ എനിക്ക് ചീറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 2 മീലും ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നുണ്ടായിന്, കംപ്ലീറ്റ് ബാലൻസ് ആക്കാൻ നോക്കുന്നുണ്ടായിന്. എനിക്ക് ഇതിൽ മനസ്സിലായി എന്തായിരുന്നെങ്കിൽ നമ്മൾ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് തിന്നാണ്ട് നിന്നിട്ടോ ഒന്നും ഡയറ്റ് മെലിയില്ല എന്നല്ല, അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം കഴിച്ചിട്ടും മെലിയാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾക്ക് ഇതിൽ മനസ്സിലായി. നമ്മൾ ചീറ്റ് മീൽ എടുത്തെങ്കിലും അത് പിന്നത്തെ മീലിൽ കൺട്രോൾ ചെയ്തെങ്കിൽ സെറ്റാണെന്നുള്ളത്. എൻ്റെ ഈ വീക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഈ ജേണീൻ്റെ ഫസ്റ്റ് വീക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനിയും ഉണ്ട് കുറേ കുറക്കാൻ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് എന്ന് പറയുന്നുള്ളത് 76.7 ആണ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 74.8 kg ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത് 1.9 kg ആണ്. ഇനിയും എനിക്ക് കുറേ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിൽ ഞാൻ എന്തെല്ലാം മാറ്റം കൊണ്ടുവരുന്നുള്ളത്, കുറച്ച് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അതെന്തെല്ലാം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇത്തരുന്ന കഴിച്ചുകൊണ്ട് എനിക്ക് ഉച്ചക്ക് ചോറ് കഴിക്കുന്ന കുറച്ചിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നെങ്കിൽ ഞാൻ ഈ ആഴ്ച ഫുള്ള് ഞാൻ ചോറ് സ്കിപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ കഴിക്കേണ്ടി വന്നെങ്കിൽ തന്നെ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നുള്ളത് വർക്കൗട്ടായിട്ട് ഞാൻ ഇത്തരുന്ന നടന്നിട്ടാണെന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ചെറിയ എക്സസൈസ് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന പോലത്തെ ഹെവി ആയിട്ടുള്ളതല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ വർക്കൗട്ട് എന്തെങ്കിലും എക്സസൈസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ മുടി നല്ല പാങ്ങല പോകുന്നുണ്ട്, ഹെയർ ഫോൾസ് നല്ല കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഡെയിലി 2 നെല്ലിക്ക കഴിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോയെന്ന് നോക്കാം. ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എങ്ങനെ വർക്കാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീക്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയും. അപ്പോൾ
അടുത്ത വീഡിയോയിൽ അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറയാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അടുത്ത വീക്കിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന കാണിക്കുക, അതും നോക്കാമല്ലോ. എൻ്റെ ഈ ജേണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതേപോലെ സപ്പോർട്ട് ഇനിയും വേണം, ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഡേ 8ൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കണ്ടിട്ട് അതിനും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.